സുഹൃത്തുക്കളെ, ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി ജനറൽ ധീരജ് സേഠ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് വളരെ നിർണായകമായൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 2-നും ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡ് 2-നും തയ്യാറായിരിക്കണം. ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ട് സൈനിക ഓപ്പറേഷനുകളുടെ പേരുകൾ മാത്രമായിട്ട് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരുകൾ ഇന്ത്യ നേരിടുന്ന രണ്ട് വ്യത്യസ്ത ഭീഷണികളെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണത്തിനോ സൈനിക പ്രകോപനത്തിനോ ഇന്ത്യ നൽകാവുന്ന അതിവേഗവും കൃത്യവുമായ മറുപടിയുടെ പ്രതീകമാണ്. അതേസമയം ഓപ്പറേഷനിൽ സ്നോ ലെപ്പാർഡ് 2 എന്ന് പറയുന്നത് ചൈനീസ് അതിർത്തിയിൽ വീണ്ടും ഒരു അപ്രതീക്ഷിത സൈനിക നീക്കമുണ്ടായാൽ അതിനെ തടയാനും ആവശ്യമെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കാനുമുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പാണ്. 2026 ജൂലൈ 6-ന് ടുഗദർ ടുവേർഡ്സ് എക്സലൻസ് എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു കത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒന്നാമത്തെ മുൻഗണന കോമ്പാറ്റ് റെഡിനെസ് തന്നെ ആയിരിക്കണമെന്ന് ജനറൽ ധീരജ് സേഠ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുധങ്ങളും വെടിക്കോപ്പും മാത്രമല്ല, ലോജിസ്റ്റിക്സ്, ദീർഘകാല സസ്റ്റെയിൻമെൻറ്റ്, മനുഷ്യ വിഭവശേഷി, യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമോ, ഇതെല്ലാം അപ്രതീക്ഷിത പരിശോധനകളിലൂടെ ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഒരു സാധാരണ ഭരണപരമായ കത്തല്ല. ഇന്ത്യൻ സൈന്യം ഇനി കഴിഞ്ഞ യുദ്ധത്തിനായിട്ട് പരിശീലിക്കരുത്, വരാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കി തയ്യാറാകണം എന്ന വ്യക്തമായ സന്ദേശമാണിത്. എന്നാൽ ഇവിടെ ആദ്യം ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഇന്ത്യ സിന്ദൂർ 2 അല്ലെങ്കിൽ സ്നോ ലെപ്പാർഡ് 2 എന്ന പേരിൽ പുതിയ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പകരം ആദ്യ ഓപ്പറേഷൻ സിന്ദൂറിലും ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡിലും ഇന്ത്യ നേടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സമാനമായ സാഹചര്യം വീണ്ടും വന്നാൽ സൈന്യം എത്രത്തോളം തയ്യാറായിരിക്കണം എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓപ്പറേഷൻ സിന്ദൂർ 2 എങ്ങനെയിരിക്കും, അല്ലെ എന്തായിരിക്കും? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വലിയ സൈനിക പാഠം ഇന്ത്യ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നത് മാത്രമല്ല, അതിലേറെ പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ മറുപടി പരിമിതവും കൃത്യവും നിയന്ത്രിതവുമായിരുന്നു എന്നതാണ്. ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനുമായിട്ട് സമ്പൂർണ്ണ യുദ്ധം തുടങ്ങുക എന്നതല്ലായിരുന്നു. ഭീകരാക്രമണം നടത്തുകയും തുടർന്ന് ആണവായുധ ഭീഷണിയുടെ മറവിൽ സുരക്ഷിതമായിട്ട് കഴിയാമെന്ന് കരുതുകയും ചെയ്യുന്ന സംവിധാനത്തെ ശിക്ഷിക്കുക എന്നതായിരുന്നു. ഇതാണ് പുതിയ ഇന്ത്യൻ സൈനിക ചിന്തയുടെ നിർണായകമായ മാറ്റം. ഭീകരാക്രമണം നടന്നാൽ അതിൻ്റെ ആസൂത്രകരും പരിശീലന കേന്ദ്രങ്ങളും സൈനിക സംരക്ഷകരും വില നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടായാൽ അത് ആദ്യ സിന്ദൂറിൻ്റെ പകർപ്പായിരിക്കില്ല. കാരണം ശത്രുവും ഇപ്പോൾ ആ ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതുകൊണ്ട് തൻ്റെ ഭീകര കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കാം, കമാൻഡ് സെൻറ്ററുകൾ ഇനി ഭൂഗർഭത്തിലാക്കാം, എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കാം, ഡീകോയ് ടാർഗറ്റുകൾ സ്ഥാപിക്കാം, ഡ്രോൺ വാർഫെയർ, സൈബർ അറ്റാക്ക്, ഇലക്ട്രോണിക് ജാമിംഗ്, മിസ്ഇൻഫർമേഷൻ ഇതെല്ലാം ഒരുമിച്ച് പ്രയോഗിക്കാം. അതുകൊണ്ട് അടുത്ത സിന്ദൂർ കൂടുതൽ വേഗമുള്ളതും കൂടുതൽ നെറ്റ്വർക്ക് സെൻട്രിക് ആയതും കൂടുതൽ സാങ്കേതികവിദ്യ ആശ്രയിക്കുന്നതുമായിരിക്കും. എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ, ടാർഗറ്റ് കണ്ടെത്തുന്ന സാറ്റലൈറ്റുകൾ, അത് സ്ഥിരീകരിക്കുന്ന സർവൈലൻസ് ഡ്രോണുകൾ, ശത്രുവിൻ്റെ റഡാർ പ്രവർത്തനരഹിതമാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയറുകൾ, ടാർഗറ്റ് തകർക്കുന്ന മിസൈൽ അല്ലെങ്കിൽ പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺസ്, തിരിച്ചു വരുന്ന പാക് ഡ്രോണുകളെയും മിസൈലുകളെയും തടയുന്ന ലേയേർഡ് എയർ ഡിഫൻസ്, ഇതെല്ലാം ഒരേ കമാൻഡ് നെറ്റ്വർക്കിൽ പ്രവർത്തിക്കണം. ഇതാണ് സിന്ദൂർ 2-ൻ്റെ യഥാർത്ഥ രൂപം. ഇവിടെ മറ്റൊരു നിർണായക ഘടകം കൂടിയുണ്ട്. 2025 സംഘർഷത്തിനിടെ ചൈന പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ലൈവ് ഇൻപുട്സ് നൽകി എന്ന ആരോപണം ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ സിംഗ് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനും ചൈനയും ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണത്തിൻ്റെ തന്ത്രപരമായ അർത്ഥം വളരെ വലുതാണ്. അടുത്ത തവണ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമ്പോൾ മുന്നിൽ കാണുന്നത് പാക് സൈന്യമാണെങ്കിലും പിന്നിൽ ചൈനീസ് സാറ്റലൈറ്റുകൾ, റഡാറുകൾ, ആയുധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ബാറ്റിൽ ഫീൽഡ് ഇൻ്റലിജൻസ് ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടി ഇന്ത്യ കണക്കിലെടുക്കേണ്ടതായിട്ട് വരും. അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2 വെറും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മാത്രമായിരിക്കില്ല. അത് ഒരു പരിധിവരെ ഇന്ത്യൻ സൈനിക സാങ്കേതികവിദ്യയും ചൈനീസ് പിന്തുണയുള്ള പാകിസ്ഥാൻ്റെ യുദ്ധ സംവിധാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡ് 2 എന്താണ്? ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡിൻ്റെ പശ്ചാത്തലം 2020 കിഴക്കൻ ലഡാക്ക് സംഘർഷമാണ്. ചൈനീസ് PLA അതിർത്തിയിൽ വൻ സൈനിക വിന്യാസം നടത്തുകയും
നിലവിലുള്ള സ്ഥിതി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ അതിവേഗത്തിൽ സൈനികരെ വിന്യസിച്ചു. 2020 ഓഗസ്റ്റ് 29-30 രാത്രിയിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സും മറ്റ് യൂണിറ്റുകളും തെക്കൻ പാങ്കോങ് സോ മേഖലയിലെ നിർണായക ഉയരപ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. റെച്ചിൻല, റിസാങ്ല എന്നിവ ഉൾപ്പെടെയുള്ള ഉയരങ്ങളിലെ ഇന്ത്യൻ സാന്നിധ്യം ചൈനീസ് വിന്യാസങ്ങളെ നിരീക്ഷിക്കാനും ബീജിങ്ങിനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യക്ക് വലിയ തന്ത്രപരമായ നേട്ടം നൽകി. ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡ് ഇന്ത്യയെ പഠിപ്പിച്ച പാഠം വളരെ വ്യക്തമാണ്. ചൈനയ്ക്കെതിരായ യുദ്ധം പാകിസ്ഥാനെതിരായ യുദ്ധം പോലെയല്ല. പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു ടാർഗറ്റ് കണ്ടെത്തിയാൽ മിസൈൽ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് അതിവേഗം ആക്രമിക്കാൻ സാധിക്കും. എന്നാൽ ചൈനീസ് അതിർത്തിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എനിമി ടാർഗറ്റ് തകർക്കുക മാത്രമല്ല, അവിടെ സ്വന്തം സൈന്യത്തെ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം പോലും നിലനിർത്തുക എന്നുള്ളതാണ്. 15,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങൾ, 0-ലും വളരെ താഴെയുള്ള താപനില, ഓക്സിജന്റെ കുറവ്, മഞ്ഞ് വീഴ്ച, ദുഷ്കരമായ റോഡുകൾ, ഇവിടെയെല്ലാം സൈനികരെയും ടാങ്കുകളെയും പീരങ്കികളെയും ഹെലികോപ്റ്ററുകളെയും പ്രവർത്തനക്ഷമമായിട്ട് നിലനിർത്തണം. അതുകൊണ്ട് സ്നോ ലെപ്പാർഡ് 2-ന്റെ അടിസ്ഥാന ശക്തി ഒരു മിസൈൽ മാത്രമല്ല, റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും ഫോർവേഡ് അമ്യൂണിഷൻ ഡിപ്പോകളും ഇന്ധന സംഭരണവും വിന്റർ ഷെൽട്ടറും സർവേലൻസ് ഡ്രോണുകളും സെക്യൂർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററും എല്ലാമാണ്. അതിൻ്റെ കൂടെ ആവശ്യമുള്ള സമയത്ത് ഫ്രണ്ട് ലൈനിലേക്ക് ട്രൂപ്സ് എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് സിസ്റ്റം കൂടി വേണം. ഒരു യുദ്ധത്തിൽ ഒരു ശത്രുവിൻ്റെ പോസ്റ്റ് പിടിക്കുന്നത് ധീരതയാണ്. പക്ഷേ ആ പോസ്റ്റ് മുഴുവൻ ശൈത്യകാലവും കൈവശം വെച്ച് നിൽക്കുന്നത് ലോജിസ്റ്റിക്സിൻ്റെ വിജയമാണ്. ഇതാണ് ഓപ്പറേഷൻ സ്നോ ലെപ്പാർഡിൻ്റെ ഏറ്റവും വലിയ സൈനിക സത്യം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 ഓപ്പറേഷനുകളും ഒരുമിച്ച് പറയുന്നത്? ഇതാണ് പുതിയ ആർമി ചീഫിൻ്റെ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇന്ത്യ പാകിസ്ഥാനെയും ചൈനയും 2 പൂർണ്ണമായും സ്വതന്ത്ര ശത്രുക്കളായിട്ട് ഇനി കാണുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനികവും സാങ്കേതികവുമായ ബന്ധം വളരെ ആഴത്തിലാണ്. പാകിസ്ഥാന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഡ്രോണുകൾ, റഡാറുകൾ, മിസൈലുകൾ, ഇതിൽ വലിയൊരു പങ്കും ചൈനീസ് നിർമ്മിതമാണ്. ഒരു യുദ്ധസമയത്ത് ചൈന പാകിസ്ഥാൻ ഇൻ്റലിജൻസ് സപ്പോർട്ട് നൽകാനും സ്പെയർ പാർട്സ് വേഗത്തിൽ നൽകാനും ഡിപ്ലോമാറ്റിക് കവർ ഒരുക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ഫ്രണ്ടിലെ തിരക്കിലായിരിക്കുമ്പോൾ ചൈന LACയിൽ അവരുടെ ട്രൂപ്സ് വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ സമ്മർദ്ദം നേരിടുമ്പോൾ പാകിസ്ഥാൻ LOCയിൽ വെടിവെപ്പ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും വർദ്ധിപ്പിച്ചാൽ? ഇതാണ് 2 ഫ്രണ്ട് ചാലഞ്ച്. പക്ഷേ 2 ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ഭാഗത്തു നിന്നും ഒരേ ദിവസം വൻ അധിനിവേശം നടക്കണമെന്നല്ല. ഒരു ഭാഗത്ത് യഥാർത്ഥ യുദ്ധവും മറുഭാഗത്ത് മിലിറ്ററി പ്രഷറും ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഇൻ്റലിജൻസ് അസറ്റുകൾ, റിസർവ് ഫോർമേഷൻസ് ഇതെല്ലാം 2ആയിട്ട് വിഭജിക്കപ്പെടും. ശത്രുവിൻ്റെ ലക്ഷ്യവും അത് തന്നെയായിരിക്കും. ഇന്ത്യയുടെ ശക്തി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? ഇന്ത്യ 2 ഫ്രണ്ടിലും ഒരേ രീതിയിൽ പോരാടാൻ ശ്രമിക്കില്ല. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ലക്ഷ്യം കോൺഫ്ലിക്റ്റ് വേഗത്തിൽ നിയന്ത്രിക്കുക എന്നുള്ളതായിരിക്കും. എന്നാൽ ചൈനീസ് ഫ്രണ്ടിൽ സമീപനം വ്യത്യസ്തമായിരിക്കും. അവിടെ ഇന്ത്യക്ക് എൻഡ്യൂറൻസ് ആവശ്യമാണ്, ലോങ് റേഞ്ച് സർവൈലൻസ് ആവശ്യമാണ്, മൗണ്ടൻ വാർഫെയറിൻ്റെ സുപ്പീരിയോറിറ്റി ആവശ്യമാണ്, ആർട്ടിലറി ഡൊമിനൻസ് ആവശ്യമാണ്, എനിമി ലോജിസ്റ്റിക്സ് റൂട്ടിനെ ലക്ഷ്യമിടാനുള്ള കഴിവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ മൊബൈൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉപയോഗിച്ച് ആക്രമിച്ച ശേഷം ഉടൻ തന്നെ സ്ഥാനം മാറ്റാൻ കഴിയുന്നതും വലിയൊരു നേട്ടമാണ്. പക്ഷേ സുഹൃത്തുക്കളെ, വെല്ലുവിളികളുമുണ്ട് കേട്ടോ. ഇന്ത്യക്ക് ഇപ്പോഴും പരിഹരിക്കേണ്ട ചില പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വ്യോമസേനയിലെ ഫൈറ്റർ സ്ക്വാഡ്രൻ്റെ കുറവ്, ദീർഘകാല യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള വെടിക്കോപ്പുകളുടെ ശേഖരം, എൻജിൻ, സെൻസർ, സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിലെ വിദേശ ആശ്രിതത്വം, ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയ്ക്കിടയിലെ ജോയിന്റ് കമാൻഡ് സംവിധാനം, ഡ്രോൺ വാർഫെയർ, സൈബർ വാർഫെയർ, ഇലക്ട്രോണിക് വാർഫെയർ എന്നിവയ്ക്കുള്ള അതിവേഗ വികസനം, ഇതെല്ലാം നിർണായകമാണ്. ഒരു 4 ദിവസത്തെ ഏറ്റുമുട്ടലിൽ വിജയിക്കുന്നതും 4 ആഴ്ച നീളുന്ന യുദ്ധം സസ്റ്റെയിൻ ചെയ്യുന്നതും രണ്ടും 2 തരം ശേഷികളാണ്. അതുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞോട്ടെ, ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പഴയ പോലെ മൗനം പാലിക്കേണ്ട ബാധ്യതയില്ല, തിരിച്ചടിച്ചിരിക്കും. ചൈന വീണ്ടും 2020 പോലെ ഒരു സർപ്രൈസ് മൂവ് നടത്താൻ ശ്രമിച്ചാൽ ഇന്ത്യ ഏത് നിമിഷവും എന്തിനും തയ്യാറായിരിക്കും. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തയ്യാറാകുക. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.